അബുദാബി പോയിട്ട് യാതൊരു വിവരമില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ മാസങ്ങൾക്ക് ശേഷം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. റാഗിയാന്ന് വിചാരിച്ച് കടുകെടുത്തിടുന്ന പ്രത്യേകതരം ഒരു സാഹചര്യമാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഉപ്പും പഞ്ചാരയും തിരിച്ചറിയില്ലാന്ന്. അല്ല, ഞാൻ നല്ല കിഡിലായിട്ട് കടലക്കറിയും വെക്കൂട്ടോ. ഇപ്പൊ നമ്മള് അബുദാബിയിലേക്ക് പോകാൻ റെഡി ആവാണ്. റോസ്റ്റഡ് കഴിച്ചിട്ടാവാം ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ സിറ്റിയിലേക്ക് പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നിങ്ങളീ കാണുന്നത്. പക്ഷെ അതിനകത്ത് ഗെറ്റ് റെഡി വിത്ത് മീ ഇല്ല. ജസ്റ്റ് ഞാൻ ഈ ടീഷർട്ട് കാണിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് വിടുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇത് വെറും 10 ദിർഹംസേ ഉള്ളൂ ഗൈസ്. ഈ ടീഷർട്ട് എവിടുന്നാ വാങ്ങിയതെന്ന് അറിയണമെങ്കിൽ ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് കമന്റ് ബിലോ പറയലാണല്ലോ. അപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് കമന്റ് ബിലോ. ഇന്ന് അബുദാബിക്ക് പോയിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇത് പിടിച്ച് മനുഷ്യന്റെ ഊപ്പാട് വരും. നല്ല സോഫ്റ്റ് തുണിയാട്ടോ ഈ ടീഷർട്ട്. ഞാൻ മേടിച്ചപ്പം അത്ര വിചാരിച്ചില്ല ട്രാൻസ്പെറൻ്റ് ആണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല, നല്ല കംഫർട്ടാണ്. നല്ല എന്തോ ഒരു നശിച്ചു പോകാത്തൊരു ടൈപ്പ് തുണിയാണ്. നൈസ്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ നമുക്ക് ഇന്ന് അബുദാബി വരെ പോയിട്ട് വരാം. അങ്ങനെ കിച്ചുക്ക് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പൊ നല്ല മഞ്ഞ ടൈമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചൂടുവെയിലത്ത് എവിടുന്നാ മഞ്ഞ? അതിനത് ഈ മാസമല്ല, കഴിഞ്ഞ വർഷം ഡിസംബർ മാസമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആ കാണുന്നതൊക്കെ ബിൽഡിങ്ങിൽ കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ നിന്ന് വെയിലടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് നേരെ കിച്ചുക്കയുടെ റൂമിൽ പോയി നല്ലൊരു ബിരിയാണി പാസ്സാക്കി. ബിരിയാണി കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം വിശപ്പിന്റെ വിളി കൊണ്ട് അതിനൊന്നും ടൈം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി എന്റെ ബ്രദർ നാട്ടിൽ നിന്ന് അബുദാബിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നേരെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോയി. എന്നിട്ടൊരു ചോക്കോബാർ ഒക്കെ കഴിച്ച് നേരെ വീണ്ടും കിച്ചുക്കയുടെ റൂമിൽ പോയി. പക്ഷെ ഞാൻ സമയം കൊടുക്കാതെ നമ്മുടെ എല്ലാം അഫോർഡബിൾ കടയായ, അങ്ങനെ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, വാമാട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ടിന്റെ വേറെ കളറാണ് ആ കിടക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എവിടുന്ന് അത് പർച്ചേസ് ചെയ്തതെന്ന്. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് യാതൊരു റെസ്റ്റും കൊടുക്കാത്തതിന്റെ ആ ഒരു നീരസതയാണോ ക്ഷീണമാണോ ആ മുഖത്ത്. ടയർഡായി ഗൈസ്. എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് കിച്ചുക്കടയും അലീഷാത്തിയുടെ റൂമിൽ വന്നു. പക്ഷെ രണ്ടുപേരെയും കാണാനില്ല. ആ സമയം നോക്കി ഞാനും ഇഷുവും കൂടി ഒരു റീൽ അങ്ങ് തട്ടിക്കൂട്ടി. പുറകിൽ ലൈറ്റ് മാൻ ആയിട്ട് എന്റെ ഭർത്താവും അതേപോലെ മ്യൂസിക് മാൻ ആയിട്ട് എന്റെ ബ്രദർ വല്ലാതെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഇറങ്ങി. അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടിയായ ഫുഡ് അടിയിലേക്ക് വന്നേക്കാണ്. ഷാത്രാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാവുന്നവര് ഒന്ന് കമന്റ് ഇട്ടേക്കെ. കുറച്ചു നേരം മെനുവിലൊക്കെ പരതിയെങ്കിലും ഇവിടുത്തെ ഫേമസ് ഷവായി ആണ്. അങ്ങനെ ഷവായി തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു ആഡംബരത്തിന് നല്ലൊരു സൂപ്പും കുറച്ച് പൊറോട്ടയും കുറച്ച് ബീഫും കുറച്ച് ബർഗറും അങ്ങനെയൊക്കെ കൂടി വന്നു. സത്യം പറഞ്ഞാൽ ആ സൂപ്പ് പോയ വഴി അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഷവായി ഉണ്ടല്ലോ, കിടിലം. അതിനകത്ത് ആ ഒരു മസാല തന്നെ കുറച്ച് നമുക്ക് എരിവായിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് സൂപ്പർ. എന്റെ ആ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷവായി എത്രത്തോളം നല്ലതായിരുന്നു എന്ന്. അതേപോലെ തന്നെ ബീഫ് അത്ര പറയാനൊന്നുമില്ല. ബർഗർ നല്ലായിരുന്നു കേട്ടോ. നല്ല ക്രീമി ചീസി ബർഗർ ആയിരുന്നു. പക്ഷെ ആ ഷവായി വീണ്ടും ഞാൻ പറയാം. പിന്നെ ആ കടിഞ്ചായം കൂടെ കിട്ടിയപ്പോ സംതൃപ്തിയായി. അത് പറഞ്ഞപ്പോഴാണ് അവിടെ നല്ല സാലഡ് കിട്ടും. നമുക്ക് ഈ ഷവായുടെ കൂടെ ഒക്കെ കിട്ടുന്ന സാലഡ്സ് ഇല്ലേ, എന്താ ടേസ്റ്റ് എന്നറിയോ? അത് അവിടുത്തെ സർവീസ് കിടിലാണ് കേട്ടോ. എല്ലാരും നല്ല രീതിക്കാണ് പെരുമാറുന്നത്. നല്ല കിടിലൻ ഫുഡ് മാത്രമല്ല, നല്ല ഷവായി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കിട്ടും. ഞാൻ ലക്കി ഭാസ്കറിലെ ഒരു സീൻ മറന്നുപോയി. ആ മറന്നേന്നുള്ള കളിയാക്കലുകളാണ് കാണുന്നത്. ഞാനെങ്ങനെ വിട്ടുകൊടുക്കുവോ? പക്ഷെ എനിക്കും കളിയാക്കാൻ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്? നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ കണ്ടതേയില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അലീഷാത്തിയും കിച്ചുക്കായും ഇഷുനെ നേരെ വീട്ടിൽ കൊണ്ടാക്കി. അവർക്ക് ഭയം പറഞ്ഞ് നേരെ ഇക്കായ റൂമിൽ കൊണ്ടാക്കാൻ പോവാണ്. ആസ് യൂഷ്വൽ മൈ ഗോഷ്ടി. എന്റെ ബ്രദറിന്റെ കുറച്ച് പ്രഹസനങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം. എന്തായാലും ഇത്രയും കണ്ടതല്ലേ, നമ്മൾ ഫസ്റ്റ് എടുത്ത റീലിന്റെ ബാക്കിയൊന്ന് കാണണ്ടേ? നേരെ ഷോർട്സ് നോക്കണേ. അപ്പൊ ഇനി നെക്സ്റ്റ് വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.